സ്വന്തമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കി എടുത്തു. നമ്മൾ സ്ലൊവേനിയൻ ഡിഷാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. നമ്മളിന്ന് ലുബ്ലിയാന വരെ ഒന്ന് പോവാണ്. സോ ഇന്ന് മെയ് 2 നമുക്കിവിടെ ഹോളിഡേ ആണ്. അപ്പോൾ നമുക്കിന്ന് ലുബ്ലിയാനയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ്, ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പം നല്ല പെയിൻറ്റിൻ്റെ മണം. ലിഫ്റ്റൊക്കെ വന്നു. ഗോപുജി മുട്ടയടിച്ച് ആദ്യത്തെ വീഡിയോ ആയിരുന്നു. സോ ഗോപുജി ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ക്യാമറയുടെ മുന്നിൽ വരാതെ ഇരിക്കുകയായിരുന്നു. അതുമാത്രമല്ല വിൻ്റർ മാറി സ്പ്രിങ് ആയപ്പോഴത്തേക്കും പെട്ടെന്നാണ് നമ്മുടെ നേച്ചറിൽ മാറ്റങ്ങൾ വന്നത്. കണ്ടില്ലേ, ഭയങ്കര പച്ചപ്പായി, എല്ലാം തളിർത്ത് പൂത്ത് തുടങ്ങി. സോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് എപ്പോഴും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് കാണുമ്പോൾ അറിയാം. നമ്മൾ ഈസ്റ്റർ ഡേയുടെ അന്ന് നമ്മൾ എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഈ പച്ചപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മുടെ അന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത്. നമുക്കിപ്പോൾ ലുബ്ലിയാനയിൽ എത്താൻ അരമണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട്. സോ നമ്മളും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കടകളൊന്നുമില്ല, നമ്മൾ ടൗണിലേക്ക് പോകേണ്ടി വരില്ല. നല്ലൊരു സ്ഥലമാണ് ലാസ്. ലുബ്ലിയാന എത്തിയോ അടുത്ത്. അങ്ങനെ നമ്മൾ ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഇതാണ് നമ്മൾ ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷൻ പുറത്തുനിന്ന് കാണുമ്പോഴുള്ള വ്യൂ. സോ വി റീച്ച് ലുബ്ലിയാന. വാട്ട് ഈസ് പ്രോഗ്രാം? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. സ്റ്റീക്ക് എന്താണോ നാളെയാണ് കഴിക്കണേ, ഇന്നും നാളെ കഴിക്കണം. സോ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാന്ന് വെച്ചാൽ ചുമ്മാ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലും ഒക്കെ തുടങ്ങിയല്ലോ. സോ ടൂറിസ്റ്റുകളുടെ തിരക്കായി തുടങ്ങി. ഇനി ഇവിടെ അങ്ങോട്ട് ഫുൾ കളറായിരിക്കും. അപ്പോൾ നമുക്കിവിടെ പൊത്ത് ലുബ്ലിയാനയിൽ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും സ്റ്റീക്ക് മേടിച്ചു കൊടുക്കും. നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെതറായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ സ്ക്വയറിലോട്ടാണ്. അവിടെയായിരിക്കും എല്ലാ ആളുകളെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയായിരിക്കും തിരക്ക്. സ്ക്വയറിലെത്തി. സോ ഇന്നത്തെ തിരക്കാണ് ഇവിടെ.
അവിടെ ആരും എന്തോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് പോയി ഉൾപ്പെടുത്താം വീഡിയോയിൽ. ഒന്ന് കണ്ടേച്ചോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആളെ തെറ്റി നടക്കാൻ വയ്യ. ഇതിന് 15 euro ഉള്ളൂ ഒരാൾക്ക് അല്ലേ? ഇങ്ങനത്തെ ബോട്ട് സർവീസ് ഇവിടെ ഉള്ള നമ്മൾ മുന്നൊരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 യൂറോ പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്യുന്നത്. 50 മിനിറ്റിന്റെ ബോട്ട് റൈഡിംഗ് ആണ് അവിടെ ഉണ്ടാവുക. അതിൽ നമ്മൾ ലുബ്ലിയാന ഈ ഓൾഡ് ടൗൺ ഫുള്ള് നമ്മളിങ്ങനെ കറങ്ങി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവർ അമ്പലപ്രാവ് എന്ന് പറയെങ്കിലും ഇവർ പറയുന്നത് ഫ്ലൈയിങ് റാറ്റ്സ് എന്നാണ് കേട്ടോ. ഇവിടെ ആരും ഇതിന് ഫീഡ് ചെയ്യുന്നതൊന്നും സമ്മതിക്കില്ല. ബിക്കോസ് ഇവരുടെ കൃഷി നശിപ്പിക്കുന്ന ഫ്ലൈയിങ് റാറ്റ്സ് ആണെന്നാണ് അവർ പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ സമയം എൻജോയ് ചെയ്യുന്നൊരു ഒരു മൂഡിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നവരാരും ഇതിൽ 90% ആളുകളും സ്ലൊവേനിയൻസ് ആയിരിക്കില്ല കേട്ടോ. ഈ ഓൾഡ് ടൗണിലോട്ട് വരുന്നവർ കൂടുതലും ടൂറിസ്റ്റുകളാണ്. സോ അവർ വെക്കേഷൻ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സ്പോട്ടാണ് ഇത്. നമ്മൾ മുൻപൊരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്യൻസ് പൊതുവേ അഡ്വെഞ്ചറസ് എൻ്റർടൈൻമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ നമുക്ക് ഇവിടെയും അത് തന്നെ കാണാൻ പറ്റും. റെഡി ആയിട്ട് ഡ്രസ്സന്മാർ നിൽക്കുന്നുണ്ടോ ആൾക്കാർ ചാടാൻ. ഇതിനകത്ത് മനോഹരമായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചാടുന്നവർ ഈ നോക്കി നിൽക്കുന്നവർ വീഡിയോ എടുക്കാണ്ടിരിക്കുന്ന നമ്മളോ ഒന്നും തമ്മിലൊരു ബന്ധവുമില്ല. നമ്മളിരിക്കുന്നതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ ഇത് ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോരുത്തർ ചാടുമ്പോഴും കയ്യടിയും
ചിരിയും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും എൻ്റർടൈൻമെൻറ്റ് തന്നെ അവർ എൻകറേജിങ് ആയിരുന്നു. അത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. അവിടെ ഇരുന്ന് ഒരുപാട് നേരം നമ്മൾ പോയത് അറിഞ്ഞില്ല. നമ്മളിങ്ങനെ കാണുമ്പോൾ ഈ വെയിലിൻ്റെ ചൂട് കാരണം വെള്ളം അതുപോലെ ചൂടായിരിക്കും എന്ന് വിചാരിക്കും. ഒരിക്കലല്ല കേട്ടോ. നമ്മൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ ഈ ഒഴുകിപ്പോകുന്ന ഈ പുഴയിലൊക്കെ വരുന്ന വെള്ളം ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. ലൈക്ക് ഐസ് വാട്ടർ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് എപ്പോഴും ഇവിടെയുള്ള റിവറിനും ഇതുപോലെ പുഴയ്ക്കൊക്കെ എപ്പോഴും ആ ഒരു തണുപ്പുണ്ടാവും. ഈവൻ നമ്മുടെ പൈപ്പിൽ വരുന്ന നോർമൽ വാട്ടർ പോലും ഭയങ്കര തണുപ്പായിരിക്കും. അവിടെ പോയി നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടി അടുത്ത് കിട്ടിയത്. ഭയങ്കര സ്പീഡിലാണല്ലോ പോണേ. ഫ്രാൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്ന് ഫ്രഞ്ച് പഠിപ്പിക്കും, മറ്റേത് ഇറ്റാലിയൻ പഠിപ്പിക്കും. നമ്മൾ ഫ്ലാഗ് കണ്ടിട്ട് ഇറ്റലിയുടെ ഫ്രാൻസിന്റെ ഫ്ലാഗ് എന്താ ഇവിടെ എന്ന് കണ്ടിട്ട് ഒന്ന് നോക്കിയതാ. താക്കോലോട് വെച്ചിട്ടുണ്ടോ റൂം തുറക്കേണ്ടപ്പോൾ തുറന്ന് കയറാം. അതുകൊണ്ടോ എന്ത് താക്കോൽ നോക്കിയിട്ടേക്ക് തട്ടോ. അതോ അതിൻ്റെ ഒന്നല്ല. സെൽഫ് സർവീസ് ഐസ്ക്രീംസ്. മീഡിയം ആ സ്ത്രീ എല്ലാ ഭാഷയും സംസാരിക്കുന്നുണ്ട്. നമ്മളൊന്നും കയറിയപ്പോ എല്ലാരും കയറി. ചെയ്തെടുക്കാൻ പറ്റും. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൗണ്ടറിൽ ചെന്നിട്ട് നമുക്ക് വേണ്ട ഐസ്ക്രീമിൻ്റെ കപ്പ് സെലക്ട് ചെയ്യണം. ദെൻ മെഷീൻ അവിടെ തന്നെയാണ്. അവർ നമ്മളെ ഗൈഡ് ചെയ്യും മെഷീനിൽ നിന്ന് എങ്ങനെയാണ് ഐസ്ക്രീം എടുക്കേണ്ടതെന്ന്. നമുക്ക് ഡിസൈൻ ചെയ്യാം നമ്മുടെ ഐസ്ക്രീം എങ്ങനെയാണ് വേണ്ടതെന്ന്. 2-3 മെഷീൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം വെറും വെള്ളമായിരുന്നു. അടുത്തത് യോഗർട്ട് ക്രീമും വിത്ത് ഫ്രഷ് യോഗർട്ട് ക്രീം ഉണ്ടായിരുന്നു, ഫ്രൂട്ട് യോഗർട്ട് ക്രീം. ദെൻ വാനില ഐസ്ക്രീമും ചോക്ലേറ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്കത് ടോപ്പിംഗ് ചെയ്തെടുക്കാവുന്നതാണ്.
പെട്ടെന്ന് ഇച്ചിരി ചരിച്ചു. സ്വന്തമായിട്ട് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കി എടുത്തു. ആര് ഐസ്ക്രീമാ നല്ലത് നോക്കണം, ആര് ചെയ്താൽ നല്ലത്. ബട്ട് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ബൈ.